ഇപ്പോൾ ഞാൻ ടോവിനുമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ടോവി പിന്നെ സ്റ്റേജിൽ കയറി ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോന്നു. അന്ന് ഞാൻ ഇതേപോലെ ഒരു 50,000 അയച്ചു കൊടുത്തു. അപ്പം പിന്നെ അതൊക്കെ ഞാൻ ചാരിറ്റി എല്ലാം ചെയ്തു. ചാരിറ്റി ചെയ്ത് നമ്മൾ കാരണം പിന്നെ ഇതൊക്കെ ചെയ്ത ബാദുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി നമ്മളൊന്നും സഹായിക്കാതെ എനിക്കാരോടും കൈനീട്ടി സഹായം ചോദിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെന്താ എല്ലാം കൂടെ ചേർത്ത് ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ട് ബാദുഷയുടെ മകൻ വെച്ച ഒരു നല്ല തുണിസഞ്ചി, ആ തുണിസഞ്ചിയിൽ വെച്ച് ഇതെല്ലാം കൂടെ ഷെയർ ചെയ്ത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റൊരു പ്രോഗ്രാമിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശബ്ദമൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, ഹരീഷ് കണാരൻ്റെ ആ ഒരു ഇഷ്യൂ തന്നെയാണ്. നിങ്ങൾ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിച്ചേക്കുന്ന ബാദുഷ എന്ന് പറയുന്ന ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ബാദുഷ. അപ്പം ഹരീഷ് കണാരൻ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുമ്പോഴേക്ക് സത്യം പറഞ്ഞ ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിന്നും പിന്നീട് ഒരു വലിയൊരു ബിഗ് സ്ക്രീനിലെ പെർഫോമറായിട്ട് അദ്ദേഹം മാറി നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്തേക്കുന്നത് അത്ര അടിപൊളിയായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അതേപോലെ അത്രയും പാവം പിടിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെ പാവം പിടിച്ചൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ആൾക്കാരെ പറ്റിക്കാനെ കൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അവിടെയാണ് ഈ ബാദുഷ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മുൻപ് ബിൽഡ് ചെയ്തിട്ട് എടുത്തേക്കുന്ന പുള്ളിയുടെ ഒരു ഇമേജ് ഉണ്ട്. ഞാനൊരു നന്മമരമാണ്, ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇമേജ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ വിശ്വസിക്കുമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഹരീഷ് കണാറിനെ പോലെ ഒരാളെ ഇത്രയും പാവം പിടിച്ച ഒരു വ്യക്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇനിയുള്ള ചാൻസ് ഒന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പുള്ളി അവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ്? പുള്ളിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹം ഹരീഷ് കണാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് ചോദിച്ചു, ഇത്രയും വർഷമായിട്ട് തിരിച്ച് കൊടുത്തില്ല. അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാദുഷ എന്ന് പറയുന്ന ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ന്യൂസിൽ അദ്ദേഹം എന്ന് പറയുന്ന കാര്യങ്ങൾ, ഹരീഷേടൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിർമ്മാതാവ് ബാദുഷയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ഹരീഷ് കണാരൻ. കടം നൽകി 20 ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നും അമ്മ ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയതിന്റെ പേരിൽ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് ആരോപണം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പലർക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹരീഷ് കണാരൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ സിനിമയിൽ അത്ര സജീവമായി നിൽക്കണമെന്നില്ല. ഒരു കയറ്റത്തിന് എന്തായാലും ഒരു ഇറക്കമുണ്ട്. അപ്പം ആ ഇറക്കമായിരിക്കും ഞാൻ വിചാരിച്ചത്. പിന്നെ അപ്പോൾ എനിക്ക് അല്ലാതെ 1-2 പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. ഞാൻ ഈ ARMൽ എനിക്ക് 40 ദിവസം ഡേറ്റ് തന്ന്, ഈ ഡേറ്റ് തന്നൊക്കെ ഓക്കെ പറഞ്ഞു വെച്ചതായി. പിന്നെ അതിൻ്റെ ഈ ഇടയ്ക്കാണ്, ഈ ഡേറ്റ് തന്ന ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം പിന്നെ പൈസ തിരിച്ചു വെച്ചത്. കാരണം ഞാൻ 3-4 കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല. അപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്, ചോദിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഇത്രയും പൈസ തരാണ്ട്, ബാബുച്ചേട്ടൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാബുച്ചേട്ടൻ സംസാരിച്ച് തിരിച്ചു സംഭവമൊക്കെ ഓക്കെ ഹരീഷിന് തരാണ്ടെന്ന് പറഞ്ഞ്. അതായത് പിന്നെ ഒരു കാര്യം ഇങ്ങനെ പല ആൾക്കാരും ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്, അതുകൊണ്ട് ഹരീഷ് എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങാൻ നോക്ക്. ശരി, ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇന്നൊരു പടം ഇറങ്ങട്ടെ, ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞു. ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞ് അതൊന്നും തന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ARM ഷൂട്ട് തുടങ്ങി. എനിക്ക് എന്നെ വിളിച്ചതുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ സീരിയൽ അവാർഡിന് പോയ സമയത്ത് ഞാൻ ടോവിനോനെ കണ്ടു. അപ്പോൾ ഞാൻ ടോവിനുമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ടോവി പിന്നെ സ്റ്റേജിൽ കയറി ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോന്നിട്ട് ഞാൻ കുറേ ദൂരം പോകുന്നു. ഞാൻ ഒരു 5-6 കിലോമീറ്റർ പോകുന്നതായിട്ട് ഞാൻ ടോവിനെ വിളിച്ച്. അപ്പോൾ ടോവി ചെയ്യുന്ന ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ARMൻ്റെ പ്രൊമോഷനാണ്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ പോകുന്നു. ചേട്ടൻ എവിടെയുള്ളത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറേ പോകുന്നു ടോവി. അല്ല ചേട്ടാ അവിടെ നിൽക്കെങ്കിൽ ലൊക്കേഷൻ അയച്ചു തന്നാൽ ഞാൻ ഇപ്പോൾ വരുന്നതായിരുന്നു. അങ്ങനെ ടോവി നേരെ വണ്ടി എടുത്ത് ഞാനുള്ള സ്ഥലത്ത് എന്താ ചേട്ടാ പ്രശ്നം, ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായി, പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ചേട്ടന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റില്ല, ഞാൻ വീട്ടിലുണ്ടായി, എനിക്കൊരു പരിപാടി ഉണ്ടായില്ല. എന്നാൽ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ ARMൻ്റെ ഡയറക്ടർ ജിതിൻ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടൻ ഒരു റെസ്പോൺസും തരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരാളെ സഹായിക്കുകയാണല്ലോ ചെയ്തത്, അല്ലാതെ ഞാൻ പിന്നെ അയാൾക്ക് യാതൊരു ഉപദ്രവവും ഞാൻ അയാൾക്ക് ചെയ്തില്ല. അയാളായിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു അത്രയും സമയം വരെ, ഞാൻ ഇത് അറിയുന്നവരെ. അത് നമ്മളൊരാളെ ഒരു അന്നം മുടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരാളെങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, അതിൻ്റെ ആവശ്യം എന്താ? അയാൾക്ക് ഞാനൊരു ഉപകാരം ചെയ്തത്, അല്ലാതെ അയാളെ ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല. ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു തിരക്കുള്ള സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷ് ഡേറ്റ് പരിപാടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളാണ്, അല്ലാതെ ഞാൻ അയാളുടെ അടുത്ത് എൻ്റെ ഡേറ്റ് നോക്കുമെന്ന് ചോദിച്ചാലല്ല. അയാൾ അത്രയും പിന്നെ ആ സമയത്ത് അത്രയും പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ, അത്രയും പടങ്ങൾ
ഇപ്പം ഞാൻ ഇത് പിന്നെ ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളെ പേര് പറയുന്നത്, എന്താ ഇയാളെ പേര് ബാദുഷയാണ് ആൾ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ സിനിമ ഇല്ലാതാവുമായിരിക്കും. ഓട്ടൊക്കെ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ജീവിച്ച് പോയിക്കുള്ളൂ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ അതാണ് അത്രേ ഉള്ളൂ. സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ടിസ്റ്റ്. അത്രത്തോളം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് AR പോലെയുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകേണ്ടിയിരുന്ന അദ്ദേഹത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇദ്ദേഹത്തിന് മറ്റ് പ്രൊജക്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളുടെ അന്നം മുടക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ബാദുഷ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തേക്കുന്ന ഒരു പരിപാടി. ഓക്കെ, ഇയാളെ പൊക്കി പറഞ്ഞുകൊണ്ട് പൊക്കി അടിച്ചുകൊണ്ട് കുറേ മുമ്പ് പല ആൾക്കാർ സംസാരിച്ചിരിക്കുന്ന കുറേ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, AR പോലുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഒക്കെ ഇതുപോലെ അങ്ങോട്ട് ചോദിച്ച് വാങ്ങി ചെയ്തേക്കുന്ന ആളാണ് ഈ പറയുന്ന ബാദുഷ എന്ന് പറയുന്ന ഒരു വ്യക്തി. എല്ലാം കൺട്രോൾ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പടങ്ങളൊക്കെ ഓരോന്നൊക്കെ ഒപ്പിച്ചു കൊടുക്കുക. അന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം പുള്ളിക്കൊരു സിറ്റുവേഷൻ വന്നിട്ട് അങ്ങനെ ഒരു 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് അല്ലേ, അതിനെ പിന്നീട് മിസ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഇപ്പം ടൊവിനോ അദ്ദേഹം ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ കൂടി ഇവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാണ്. അപ്പോൾ ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ പടത്തിൽ വരാൻ സമയമില്ല, അവന് ഡേറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പോയി. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു ഫീൽഡിൽ നല്ല നെഗ് കയറി കിടക്കും അല്ലേ. അങ്ങനെ നെഗ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾ ഇനി ബാക്കി ഇത്രയും ആൾക്കാരുടെ അടുത്ത് പോയി നെഗ് പരിപാടികൾ ഹരീഷേട്ടന് എതിരെ കൊടുത്തിട്ട് കൂടി അത് പോരാഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സാധനം സംസാര വിഷയമായിട്ട് മാറുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിന് പടത്തിന് ഇനിയുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തും. മാത്രമല്ല ഈ ബാദുഷ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്യാവശ്യം നല്ലൊരു ഇമേജ് ഒക്കെ ആൾക്കാരുടെ മുന്നിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പം ഹരീഷേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇനി മുന്നോട്ടുള്ള പല അവസരങ്ങളും ഇദ്ദേഹത്തിന് നഷ്ടമായേക്കാം. എങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷേ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് അദ്ദേഹം എടുത്തേക്കുന്ന ആ ഒരു നിലപാടിനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നുണ്ട്. അത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ പോയാൽ പോലും പ്രത്യേകിച്ച് പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. അത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് അമ്മ ഈ ഒരു സംഘടന ഇവിടെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. മുമ്പ് ഇടവേള ബാബു പുള്ളിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ പോലും ഇത് മുമ്പ് പല ആളുകളുമായിട്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഈ ബാദുഷ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി മുമ്പ് പണ്ടൊരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. സിനിമയില്ലാതെ ഞാൻ സത്യത്തിൽ എല്ലാവരും പണ്ടുള്ളവർ പറയുന്ന പോലെ കോടമ്പാക്കത്ത് പട്ടിണി കിടന്ന് സിനിമ ചെയ്ത ആൾക്കാരെ കഥ പറയുന്ന പോലെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ നാൾ പട്ടിണി കിടന്ന് സിനിമ ചെയ്തേക്കുന്ന ആളാണ്. കാര്യം സിനിമയിൽ നിന്നൊക്കെ ഒരു സമയത്ത് സിനിമയ്ക്ക് ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ 100 രൂപ വാടകയ്ക്ക് ഒരു ഹോട്ടലിൽ റൂമിൽ കുറേ നാൾ ജീവിച്ചിട്ടുള്ളതാണ്. പല ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ എൻ്റെ ആഹാരം പച്ചവെള്ളം തന്നെയായിരുന്നു. എനിക്കാരോടും കൈനീട്ടി സഹായം ചോദിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ടിവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അതാണ്, കൈനീട്ടി ഒരിക്കലും സഹായം ചോദിച്ചിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ആ ഒരു സഹായം ചോദിച്ചേക്കുന്നത്. കാര്യം ബാങ്കിൽ കൂടെ അല്ലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് 20 ലക്ഷം രൂപ. അപ്പം അങ്ങനെ ആ ഒരു സഹായം എന്താണെങ്കിൽ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം കോടമ്പാക്കത്ത് പോകേണ്ടി വന്നാൽ ഇവിടെ നിന്ന് എറണാകുളത്ത് അത്രത്തോളം കഷ്ടപ്പെട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് നന്മകൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റൊരാളുടെ ഇടയിൽ ഇത്രയും പാവം പിടിച്ചൊരു മനുഷ്യൻ്റെ ഇന്ന് പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കുന്ന പൈസയാണ്. സിനിമാക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതെങ്കിലും മരത്തിൽ പോയിട്ട് കുലുക്കി കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്ന സാധനമല്ലല്ലോ. അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് അങ്ങനെ സിനിമയിലോട്ട് കയറി വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിങ്ങളൊരാവശ്യം പറഞ്ഞ് നിങ്ങൾക്കത് കൊണ്ട് തന്നേക്കുന്ന ഒരാളാണ് അല്ലേ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട് വന്നേക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമയിലെത്തുന്ന ഓരോ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത്രത്തോളം കഷ്ടപ്പാടുണ്ട്. നെപ്പോട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ആ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാരൊക്കെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടേ. അങ്ങനെ വന്നിട്ടുള്ള അവരതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ കടം വാങ്ങിച്ചിട്ട് 1 രൂപയാണെങ്കിൽ പോലും കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ളൊരു മര്യാദ കാണിക്കണം. അല്ലാതെ നേരെ അങ്ങോട്ട് പോയിട്ട് അവൻ്റെ അവസരം ഇല്ലാണ്ടാക്കിയിട്ട് ഇനി നീ ഒരു പടത്തിൽ അഭിനയിക്കണ്ട, നീ ആരുടെ എന്നോട് പൈസ തിരിച്ച് ചോദിക്കാനോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ. എന്താണെങ്കിൽ ഈ ഒരു ബാദുഷനെ കുറിച്ചിട്ട് ഒരു 3-4 വർഷം മുന്നേ ശാന്തിവിള ദിനേശൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്ത് ഈ ബാദുഷ പുള്ളി മറ്റേ ഏതോ ഹരിചന്ദ്രനാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു ആ ഒരു വീഡിയോക്കത്തൊക്കെ സംസാരിക്കുന്നത്. ഫുള്ള് വീഡിയോ ഞാൻ വെക്കുന്നില്ല. അതിനകത്ത് പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് പൊലിപ്പിച്ച് പറഞ്ഞേക്കുന്ന ഒരു പോർഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. കാര്യം ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാദുഷ. എൻ്റെ ജീവൻ പറയുകയാണ്, ഈ ബാദുഷ ഈ ഓണക്കാലത്ത് അയാൾ മുസൽമാനാണ്, ആലോചിക്കണം. അയാൾ ഈ ഓണക്കാലത്ത് ഒരു കിറ്റ് ഉണ്ടാക്കി. ഒരു പഞ്ചസാര, അരി, പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ, മുളക് പൊടി അടക്കമുള്ള പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ, മുഖത്ത് വയ്ക്കാനുള്ള മാസ്ക്, പിന്നെന്താ എല്ലാം കൂടെ ചേർത്ത് ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ട് ബാദുഷയുടെ മുഖം വെച്ച ഒരു നല്ല തുണിസഞ്ചി. ആ തുണിസഞ്ചിയിൽ വെച്ച് ഇതെല്ലാം കൂടെ ഷെയർ ചെയ്ത് കവറിലാക്കി അതിനകത്ത് വെച്ചിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർക്കും മാനേജർമാർക്കും മുഴുവൻ പേർക്കും അയാൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണല്ലോ, കൺട്രോളറാണല്ലോ, അയാളെ കൂടെ വർക്ക് ചെയ്തതുമായ ആ സംഘടന ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലുള്ള മുഴുവൻ പേർക്കും അയാളുടെ സ്വന്തം ചെലവിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് കാസർഗോഡ് മുതൽ കളിക്കുള്ള വരെയുള്ളവർക്ക് കൊടുത്തു. ആര് ചെയ്യും?
അത് ശരിയാണ്. ഈ ഒരു ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ അടിച്ചേക്കുന്ന സഞ്ചിക്കാതെ തന്നെ ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളി ഒരു കാര്യമാണ്. നമ്മൾ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞാൻ അതിനൊരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊക്കെ ചാരിറ്റി ചെയ്യുമ്പോൾ നമുക്കതിനകത്തുനിന്ന് ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചാരിറ്റി ചെയ്താലും അതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് സഹായം കിട്ടുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതൊരിക്കലും മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ അവിടെ ഒക്കെ ഇങ്ങനെ ഇത്തരത്തിൽ ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു സഞ്ചിക്കകത്ത് കിറ്റൊക്കെ എല്ലാവർക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത്രയും നന്മകൾ ചെയ്തേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബാദുഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ നന്മകൾ ചെയ്യാനെ കൊണ്ടേക്കുന്ന അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന ഈ പൈസ എവിടെ നിന്നാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്താണെങ്കിൽ ഹരീഷ് ഏട്ടൻ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അല്ല, അത് നമ്മൾ ഒരു അത്യാവശ്യം വന്ന സമയത്ത്, കാരണം എത്രയോ എനിക്ക് തോന്നുന്നൊരു 5 വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നത് ബാദുഷ ചെയ്യുന്നു. അപ്പം ഒരു അത്യാവശ്യം വന്നപ്പം, കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ്, നമ്മളെ വീട്ടിൽ വരുന്നത്, നമ്മൾ ഇവിടെ വന്നാൽ അയാളെ വീട്ടിൽ പോകുന്നത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇയാളെടുത്ത് പെട്ടെന്ന് നമ്മൾ അന്ന് സൗബിനി ഞാനും ഉള്ള കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എനിക്കൊരു 20 ലക്ഷം വേണം, പിന്നെ ഒരാഴ്ചയ്ക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു തന്നോളാന്ന് പറഞ്ഞു. ഞാൻ അയാളെ അത്രയും അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ അയാളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ വന്നപ്പോൾ പിന്നെ 2 കൊല്ലം പിന്നെ ലോക്ക്ഡൗൺ ആയില്ല, പടങ്ങളൊന്നുമില്ല. കൊറോണയ്ക്ക് ശേഷം പടങ്ങളൊക്കെ മൊത്തം പടത്തിൻ്റെ രീതി തന്നെ മാറിയല്ലോ. മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നമുക്ക് പടങ്ങളൊന്നും വരാത്തത്. അപ്പം ഞാൻ പിന്നെ ആ സമയത്ത് കൊറോണ സമയത്ത് ഈ ബാദുഷ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ വിളിക്കും, ഹരീഷ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര TV കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ TVക്കുള്ള പൈസ അയച്ചു കൊടുക്കുന്നത്, ഫുഡിനുള്ള പൈസ എന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു ഫുഡ് പാക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിന് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ 50,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അയച്ചു കൊടുക്കുന്നത്. അതേപോലെ പെട്ടെന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ പെട്ടെന്ന് മരിച്ച സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ അതേപോലെ ഒരു 50,000 അയച്ചു കൊടുത്തു. അപ്പം അതൊക്കെ ഞാൻ ചാരിറ്റി എല്ലാം ചാരിറ്റി ചെയ്ത് നമ്മൾ, കാരണം ഇതൊക്കെ ചെയ്ത ബാദുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി, നമ്മളൊന്നും സഹായിക്കാതെ ബാദുഷയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത്, അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ സൗഹൃദം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിണ്ടായി. അപ്പോൾ അതാണ് സംഗതി. സ്വന്തമായിട്ടൊരു ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടവൻ്റെ കീഴിലെ പൈസ അടിച്ച് മാറ്റിയിട്ട് ഒരു ചാരിറ്റി ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അടിച്ച് മാറ്റുക. അടിപൊളിയായിട്ടുണ്ട് ബാദുഷ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പറയാനുള്ളത്. ഉളുപ്പുണ്ടെങ്കിൽ, നാണം ഉണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ കയ്യിലെ പൈസ അടിച്ച് മാറ്റിയിട്ട് മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ആ പൈസ അടിച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് സിമ്പിളായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കും. സ്വന്തമായിട്ട് ഇമേജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളൊരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ലേശം ഉളുപ്പുണ്ടെങ്കിൽ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ സമയങ്ങളിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ അമ്മ ഈ ഒരു സംഘടന പലപ്പോഴും ഈ ആർട്ടിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്, അമ്മയ്ക്കകത്ത് കുത്തിട്ടാരും പറയാൻ പാടില്ല, A.M. ഇങ്ങനെ കുത്തിട്ട് പറയാൻ പാടില്ല, ഞങ്ങൾക്കത് അമ്മയാണ്, ഞങ്ങളുടെ കുടുംബമാണ് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് പറ്റിയേക്കുന്ന ഒരു ദുരവസ്ഥയാണിത്. അപ്പം ആ ഒരു അവസ്ഥ വന്നേക്കുന്ന ഒരാളെ സഹായിക്കുക, ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടുത്തേക്കുന്ന 20 ലക്ഷമാണെങ്കിലും 20 രൂപയാണെങ്കിലും ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിരിക്കുന്ന പൈസയാണ്. അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മര്യാദ, മാന്യത കാണിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.